കുട്ടിയെ ഞാൻ പരിശോധിച്ചു. എന്തോ ഒരു കവറപ്പ് കിടന്നിട്ടുണ്ട്. കുട്ടിയെ ട്രീറ്റ് ചെയ്ത ഡോക്ടറെ എനിക്കത് കാണണം. ശരി സർ. കുട്ടിയുടെ ബ്രെയിനിൽ ഇൻഫാർട്ടൻ്റ് ആയിരുന്നു. സോ പെട്ടെന്ന് ലൈസ് ആവാനായിട്ട് ആൻറ്റിപ്ലേറ്ററ്റ്സ് കൊടുത്തു. അതൊക്കെ റിപ്പോർട്ടിൽ കാണാം. അല്ല ഡോക്ടറെ, ഇതിന് ഡോക്ടർ ഇവിടെ ഈ ക്ലോട്ട് കണ്ടത്? ഈ സ്കാനിങ് റിപ്പോർട്ട് അനുസരിച്ച് കുട്ടിയുടെ ബ്രെയിനിൽ ക്ലോട്ട് ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള പേഷ്യൻസിന് ആന്റിപ്ലേറ്ററ്റ്സ് കൊടുത്തു കഴിഞ്ഞാൽ ബ്ലഡിന്റെ ഫ്ലോ കൂടും. അപ്പോ അങ്ങനെ ആയിരിക്കാം മരണം സംഭവിച്ചത്, അല്ലേ? ഒന്നുകിൽ ഈ കേസിൽ ഡോക്ടർക്ക് ട്രീറ്റ്മെന്റ് തെറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഡോക്ടർക്ക് CT സ്കാൻ മാറിപ്പോയി. ഈ രണ്ട് പോസിബിലിറ്റീസ് ഈ കേസിൽ ഞാൻ കാണുന്നുള്ളൂ. അത് സാർ, ഞാൻ സംസാരിച്ചു. ഡോക്ടർക്ക് CT മാറിപ്പോയതാ. അല്ല സാർ, പേഷ്യൻ്റെ ഐഡികൾ തമ്മിൽ ചെറിയൊരു കൺഫ്യൂഷൻ ആയതാ. ഇല്ല, കുഴപ്പം വരാതെ ഞാൻ മാനേജ് ചെയ്തോളാം. സാർ പെട്ടെന്ന് വരുമല്ലോ അല്ലേ? താങ്ക് യു സാർ. ചൈൽഡ് അബ്യൂസ് അല്ലെന്ന് പോലീസ് ഉറപ്പിച്ച് പറഞ്ഞായിരുന്നു. പറഞ്ഞു. CT മാറിപ്പോയതാണെന്ന് ഡോക്ടർ അവരോട് പറഞ്ഞിരുന്നു? ഇല്ല, പറഞ്ഞിട്ടില്ല. ഓക്കെ, ഗുഡ്. ഇനി ഡോക്ടർ ഒന്നും പറയാൻ നിൽക്കണ്ട, ബാക്കി ഞാൻ ഡീൽ ചെയ്തോളാം. എന്നെ മോനെ രക്ഷിക്കാൻ പറ്റുമായിരുന്നല്ലടാ. രക്ഷിക്കാൻ പറ്റുമായിരുന്നു. ഞാൻ പറയുന്നത് ഒന്ന് കേക്ക്. ആ ഡോക്ടർക്ക് അവർ കേസ് എടുക്കും, പോസ്റ്റ്മോർട്ടം ഉണ്ടാവും. അതിനവർക്ക് നിന്റെ കൺസെന്റ് വേണം. അപ്പൊ ഇനി എന്റെ പോലെ നിങ്ങൾക്ക് കീറി മുറിക്കണോടാ. വേണ്ട കിച്ച, നമുക്ക് അച്ഛനെ വീട്ടിലേക്ക് കൊണ്ടുപോകാം. എനിക്കറിയാം എന്താ ചെയ്യണ്ട. മാഡം, ചെയർമാൻ ഇപ്പൊ വരും. നമുക്ക് സംസാരിക്കാം സാർ. എന്ത് സംസാരിക്കാനാണോ? ഇയാള് കാരണം നഷ്ടപ്പെട്ടിരിക്കുന്ന കൊച്ചു കുട്ടിയുടെ ജീവനാ. സാർ, എന്താ സംഭവിച്ചത് നമുക്കറിയില്ലല്ലോ. അറിയില്ല, അറിയിക്കാം. അതൊക്കെ ഞങ്ങൾ കണ്ടുപിടിച്ചോളാം. ഇവനെ പോലുള്ളവരെ ഈ പ്രൊഫഷന്റെ ഡിഗ്നിറ്റി എന്നാ പിന്നെ ഇവിടെ കേസ് കൊടുക്കോ? പറയുന്നതിന് മര്യാദയില്ലോ മാറേ. കൂടുതൽ സീരിയസ് സർജനാണ്. സ്വന്തം ഫാമിലി ഒരു ദിവസം 36 സർജറി. സിറ്റുവേഷൻ മനസ്സിലാക്കണം ഡോക്ടർ. അശോക്, പ്ലീസ് പ്ലീസ്. കുട്ടിയുടെ അച്ഛൻ. ഇനി എന്താ നിങ്ങൾക്ക് വേണ്ട? ഞങ്ങളെ ചോദ്യം ചെയ്യണം, തൂക്കിക്കൊല്ലണം, എന്താന്ന് വെച്ചാൽ ചെയ്തോ. പക്ഷെ എന്റെ മോനെ നിങ്ങൾക്ക് തിരിച്ചു തരാൻ പറ്റുമോ? തനിക്ക് തരാൻ പറ്റുമോ? തല്ല എന്റെ മോനെ കൊന്നേ. ആനല്ല, ഞാനും അല്ല, അവളാ അല്ലടേ. അങ്ങനെ എല്ലാരും കൂടി എന്റെ മോനെ. പക്ഷെ ഇനി എന്റെ മോനെ കീറി മുറിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഒരാളെ സമ്മതിക്കില്ല, ഒരാളെ സമ്മതിക്കില്ല. എന്റെ മോളെ എവിടെ? നീ അവളെല്ലാരും കൂടി കൊന്നു. നീ അവിടെ നിൽക്കട്ടെ, കൂടോ.
നിങ്ങളോട് പറയാം. ഇനി നമ്മൾ എന്ത് കീറി മുറിക്കലും നടത്തിയാലും അവനെ തിരിച്ചു കിട്ടില്ല. ഒരു കേസും ഒരു വഴക്കം നടത്തിയിട്ട് കാര്യമില്ല. ഇനി നമ്മൾ കാരണം വേറൊരു കുടുംബത്തിൻ്റെ കൂടി കണ്ണീര് വേണ്ട. How is your health? ഫൈൻ ഡോക്ടർ. Then what's wrong? ഇല്ല ഡോക്ടർ, എനിക്കെന്തോ ഒരു ഗട്ട് ഫീലിംഗ് ദാറ്റ് വി ആർ മിസ്സിങ് ഔട്ട് സംതിങ്. ഡോക്ടർ പറഞ്ഞ പോലെ ചിലപ്പോൾ മെഡിക്കൽ നെഗ്ലിജൻസ് തന്നെ ആവാം ആ കുട്ടി മരിക്കാൻ കാരണം. ചൈൽഡ് അബ്യൂസ് ആണെന്ന് പറയാൻ നമ്മുടെ കയ്യിൽ എവിഡൻസ് ഒന്നുമില്ല. ഐ മീൻ കൺക്ലൂസീവ് എവിഡൻസ്. ബട്ട് ഐ സ്റ്റിൽ ഫീൽ ദേ ആർ ഹൈഡിങ് സംതിങ് ഫ്രം അസ്. അൽഫോൺസ്, വാട്ട് ഡു യു തിങ്ക്? നമുക്ക് ആ കുട്ടിയുടെ പേരൻസിനെ ഒന്നുകൂടി ക്വസ്റ്റ്യൻ ചെയ്താലോ? വിടടോ, ഇനി എന്തിനാ കേസിന്റെ പുറകെ പോകുന്നത്? ഇനി അവരെന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ സ്വന്തം മകൻ നഷ്ടപ്പെട്ടതിനൊക്കെ വലിയ ശിക്ഷ അവർക്ക് ഇനി കിട്ടാനുണ്ടോ? ആ ഡോക്ടർക്കെതിരെ വേണമെങ്കിൽ നമുക്ക് കേസെടുക്കാം. പക്ഷെ അതുകൊണ്ടെന്ന കാര്യം, ആ പാരൻസിന് കുറെ കാലം കോടതിയിൽ കയറി ഇറങ്ങണം. അത് വേണം. സാറ് പറഞ്ഞത് ശരിയാണ് മാഡം. ആ കുടുംബത്തിന്റെ അവസ്ഥ നമ്മൾ കണ്ടതല്ലേ, വിട്ടുകളയാം. പിന്നെ നമുക്ക് തെളിയിക്കാനാണെങ്കിൽ ഒരുപാട് കേസുകൾ കിടപ്പില്ലേ? അതെ, ഐ എം ഷുവർ നിങ്ങളുടെ കമ്മീഷണർക്ക് അത് തന്നെ എനിക്ക് ഒപ്പീനിയൻ. വരും.